കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 24 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ഡിജിറ്റൽ റേഞ്ചിൽ നടന്ന കിങ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ചടങ്ങിൽ ബഹ്റിൻ രാജാവിൻ്റെ പ്രതിനിധിയായി BDF കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ ഖലീഫയായിരുന്നു പങ്കെടുത്തത്. 2024-25 സ്പോർട്സ് എക്സലൻസ് അവാർഡ് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്ക് ചടങ്ങിൽ കമാൻഡർ ഇൻ ചീഫ് സമ്മാനിച്ചു. വ്യത്യസ്ത ഇനങ്ങളിലെ ഷൂട്ടിംഗ്, വടംവലി, സേനാംഗങ്ങളുടെ ശാരീരികവും മാനസികവുമായ കരുത്തും പോരാട്ട വൈദഗ്ധ്യവും ടീം വർക്ക് ശേഷിയും പരീക്ഷിക്കുന്ന വിവിധ ടാസ്കുകൾ എന്നിവയായിരുന്നു ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായി നടന്നത്. വിജയിച്ച ടീമുകൾക്ക് കമാൻഡർ ഇൻ ചീഫ് അവാർഡുകൾ സമ്മാനിച്ചു. പ്രവാസി തൊഴിലാളികളുടെ മരണാനന്തരം മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള തൊഴിലുടമയുടെ മേലുള്ള നിയമത്തിന് ഭേദഗതി വേണമെന്ന നിർദ്ദേശത്തിന് ബഹ്റിൻ പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചു. 2006 ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നിയമപ്രകാരം തൊഴിലാളി മരിച്ച തൊഴിലുടമയാണ് മൃതദേഹം നാട്ടിലെത്തിക്കേണ്ട ചെലവ് വഹിക്കേണ്ടത്. അതിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ടാണ് MPമാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. MP ജലാൽ ഖാദം അൽ മഖ്ഫൂൽ അവതരിപ്പിച്ച നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നാൽ തൊഴിലിടങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ തൊഴിലാളിയുടെ മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് പൂർണ്ണമായും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി വഹിക്കേണ്ടി വരും. നിലവിലെ നിയമപ്രകാരം മരിച്ച തൊഴിലാളിയുടെ ബന്ധുക്കൾ അനുമതി പത്രം നൽകുന്ന പ്രകാരമാണ് മൃതദേഹം അയക്കുന്നത്. ഇതിനായുള്ള ചെലവുകൾ പിന്നീട് തൊഴിലുടമയിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒളിച്ചോടിപ്പെട്ട തൊഴിലാളിയുടെ ചെലവിൻ്റെ ബില്ലും തൊഴിലുടമകൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് MPമാരുടെ വാദം. തൊഴിലാളികളുടെ നിയമനം, വിസ, താമസം, വാർഷിക ഫീസ് എന്നിവ ഇതിനോടകം തൊഴിലുടമ നിർവഹിക്കുന്നുണ്ടെന്നും MPമാർ പറഞ്ഞു. പാർലമെൻറ്റ് പാസാക്കിയ ഈ നിർദ്ദേശം ശൂറ കൗൺസിലിന് കൈമാറിയിരിക്കുകയാണ്. രാജ്യത്തെ മത്സ്യബന്ധന നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കാൻ പരിശോധനകൾ നടത്തി ബഹ്റിൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ. ആഭ്യന്തര മന്ത്രാലയം, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി, മറ്റ് ഗവൺമെൻറ് സംഘടനകൾ എന്നിവയുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടന്നത്. മത്സ്യബന്ധന നിയമങ്ങൾ പാലിക്കാൻ കോസ്റ്റ് ഗാർഡ് മത്സ്യത്തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് KMCCയുടെ പങ്ക് അതുല്യമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും ഏറാമല പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റുമായ ഷുഹൈബ് കുന്നത്ത് അഭിപ്രായപ്പെട്ടു. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റിനിലെത്തിയ ഷുഹൈബ് കുന്നത്തിന് മനാമ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ കോഴിക്കോട് ജില്ലാ KMCC നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സംഗമം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പംപൊയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ റഫീഖ് തോട്ടക്കര, സഹീർ കാട്ടാമ്പള്ളി, സെക്രട്ടറി അഷ്റഫ് കാക്കണ്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. KMCC മുൻ പ്രസിഡന്റ് കുട്ടൂസ മുണ്ടരി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അസ്ലം വടകര, AP ഫൈസൽ, സെക്രട്ടറിമാരായ ഫൈസൽ കണ്ടിത്താഴെ, SK നാസർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മുനീർ ഒഞ്ചിയും സ്വാഗതവും ട്രഷറർ സുബൈർ കളത്തിക്കണ്ടി നന്ദിയും പറഞ്ഞു. കേരള മാപ്പിള കലാ അക്കാദമി കേരള സംസ്ഥാന കമ്മിറ്റി നടത്തിവരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലിയുടെ പ്രചരണാർത്ഥം കേരള മാപ്പിള കലാ അക്കാദമി ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന 25ന്റെ മൊഞ്ച് ഗാനാലാപന മത്സരം ഇഷൽ നൈറ്റ് 2025 ഏപ്രിൽ 26 ശനിയാഴ്ച വൈകിട്ട് 6 മനാമ സിറ്റി ഹാളിൽ സംഘടിപ്പിക്കും. മാപ്പിള കലാ അക്കാദമി ബഹ്റിൻ ചാപ്റ്ററുമായി പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള ഗായകരും ഗായികമാരും മറ്റ് കലാസ്വാദകരും 3909 1660 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്.
അൽ-മന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെൻറ്റർ മലയാള വിഭാഗം നടത്തിവരുന്ന സാമൂഹ്യ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരുന്ന രക്തദാന ക്യാമ്പ് മെയ് 1 വ്യാഴാഴ്ച സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ വെച്ച് നടക്കും. രാവിലെ 7:30 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിലേക്ക് രക്തം നൽകാൻ സന്നദ്ധതയുള്ളവർ എത്തിച്ചേരണമെന്നും വാഹന സൗകര്യം ആവശ്യമുള്ളവർ 39409709 അല്ലെങ്കിൽ 35127418 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു.